അങ്ങനെ നന്ദു കല്യാണത്തിന്, അതായത് അനിയുടെയും അനാമികയുടെയും കല്യാണത്തിന് മുമ്പുള്ളൊരു സീനാണ് കേട്ടോ. നന്ദു ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരാറ് പോലും ഇല്ല. അതുപോലെ അവൾ വിഷമിച്ച് നടക്കുകയാണ്. പക്ഷേ എന്താണ് കാര്യം എന്നുള്ളത് അനന്തപുരിയിലുള്ള ആർക്കും തന്നെ അറിയില്ല. അവൾ അങ്ങോട്ട് പോകണ്ടെന്നാണ് ഗോവിന്ദനും കനകവും പറഞ്ഞിരിക്കുന്നത്. കാരണം ഓരോ തവണ അനിയെ കാണുമ്പോഴേക്കും ഇവർ രണ്ടുപേരും മനസ്സിളകുമ്പോൾ അവർ എന്തെങ്കിലും കയ്യബദ്ധം കാണിക്കുമോ എന്ന് പേടിച്ചിട്ട് അവർ വിടാനും ശ്രമിക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ്, എന്താ അമ്മ അവളെ ഒന്നും വിടാത്തത്, ഒന്ന് അങ്ങോട്ട് വിടുക അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട മോളെ, എന്തിനാ വെറുതെ അവരുടെയൊക്കെ വായിന്ന് കേൾക്കുമെന്ന് പറയുമ്പോൾ അത് സാരമില്ല, എത്ര നാളെ അവളെ കണ്ടിട്ട് എൻ്റെ മോളെ ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് നന്ദുവിനോട് പോകാൻ പറയുന്നുണ്ട്. നന്ദു ആണെങ്കിലും മനസ്സിലോട്ട് നയനെ കാണാൻ വേണ്ടിയിട്ട് അനന്തപുരിയിലേക്ക് പോവാണ്. അങ്ങനെ അനന്തപുരിയിലേക്ക് നന്ദു കാലെടുത്ത് വെക്കുമ്പോഴേക്കും തന്നെ ജലജ അങ്ങോട്ടേക്ക് വരികയാണ്. ഓ വന്നോ, കുറേ നാൾ കാണാനില്ലല്ലോ മുട്ടച്ചി നിന്നെ, നീ ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ചോ എന്നൊക്കെ പറയാണ്. ദേ ഞാൻ എൻ്റെ ചേച്ചിയെ കാണാൻ വന്നതാ, കണ്ടിട്ട് ഞാൻ ഇപ്പോൾ തന്നെ പോയിക്കോളാം, ആവശ്യമില്ലാതെ എൻ്റെ മേത്തേക്ക് ചൊറിഞ്ഞിട്ട് വരല്ലേ, ഞാൻ ഒന്നാമത് സമനിലത്തിൽ നടക്കാം, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ലെന്ന് പറയുന്നുണ്ട്. ഓ ശരിയാണല്ലോ, നീ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണല്ലോ, ഇനി എന്നെ അങ്ങനെ അടുത്ത് പൊതിച്ചാലോ, വേണ്ട വേണ്ട കയറിപ്പൊക്കോ എന്നും പറഞ്ഞിട്ട് ജലജ അവിടുന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദു അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ചെല്ലുമ്പോഴേക്കും മോളേന്ന് വിളിച്ചുകൊണ്ട് നയന ഓടി വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ നവ്യയൊക്കെ ആയിട്ട് നല്ല കൂട്ടായിരിക്കും കേട്ടോ. നവ്യ നയനയൊക്കെ നല്ല കൂട്ടായിരുന്ന സമയത്താണ്. അങ്ങനെ നവ്യ വന്നിട്ട് നന്ദുമോളെ വിളിച്ചിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചേച്ചി ഒന്നും അങ്ങോട്ട് വന്നു പോലും ഇല്ലല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് 8-9 മാസമായില്ലേ, ഇതുവരെ ചേച്ചി ഒന്ന് വന്നിട്ട് അന്വേഷിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അത് മോളെ ഓരോരോ കാര്യങ്ങളായിട്ട് എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലേക്ക് വരാൻ തന്നെ ഒരു മടിയാ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, മോളിവിടെ ഇരിക്കുക, ഞാനും നയനയും മോൾ ഇപ്പോൾ ചായയൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. നയനെ പറയാണ്, എത്ര ദിവസം അതിൻ്റെ മോളെ കണ്ടിട്ട്, ചേച്ചി ഇപ്പോൾ തന്നെ ചായ കൊണ്ട് വരാട്ടോ, ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ നന്ദു അവിടെ ഇരിക്കുന്നത് അനി കാണുന്നുണ്ട്. നന്ദുവിനെ കണ്ടുകൊണ്ട് തന്നെ അനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. നന്ദു എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്ദു അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്താ നന്ദു, എത്ര ദിവസമായെന്ന് കണ്ടിട്ട് ഫോൺ വിളിച്ചിട്ട് നീ എൻ്റെ നമ്പർ ബ്ലോക്ക് ആക്കിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് മാത്രം തെറ്റ് ഞാൻ എന്താ നന്ദു ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒന്നുമില്ല, നീ അനാമികയ്ക്ക് നമ്മൾ സംസാരിക്കുന്നത് കാണുന്നത് ഒന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ ഇനി നമ്മളങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇനി അനി എന്നെ കാണണ്ട, സംസാരിക്കാൻ വേണ്ട, ഫോണും വിളിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനാമികയെ കെട്ടാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമുണ്ടോ നന്ദു എന്ന് ചോദിക്കുകയാണ്. അനി പ്ലീസ്, ഞാൻ അതിനൊന്നും വന്നതല്ല, നയനേച്ചി വിളിച്ചിട്ട് വന്നതാ, അതുകൊണ്ട് അനി സന്തോഷമായിട്ടിരിക്കുക, ഇനി കുറച്ച് ദിവസം കൊണ്ടല്ലേ ഉള്ളൂ കല്യാണത്തിന്, അപ്പോഴേക്കും നല്ല ചില്ലായിട്ടിരിക്കണം എന്നൊക്കെ പറയണം. നീ മിണ്ടാതെ ഞാൻ എങ്ങനെ നന്ദു സന്തോഷമായിട്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അനി. അതൊക്കെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി നന്ദുവിനടുത്തേക്ക് വന്നിട്ട് നന്ദുവിനടുത്ത് ഇങ്ങനെ അങ്ങനെ അടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു അന്ന് നീ ചോദിച്ചില്ലേ എൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാണെന്ന്, ഇപ്പോൾ കല്യാണത്തിന് 5-6 ദിവസം കൂടി മാത്രമേ ഉള്ളൂ, ഇപ്പോഴെങ്കിലും ഞാൻ തുറന്ന് പറയട്ടെ, ജീവിതകാലം മുഴുവനും ആ ഒരു ഭാരം പേര് ജീവിക്കാൻ എനിക്ക് വയ്യ നന്ദു എന്ന് പറയാണ്. അപ്പോഴേക്കും നന്ദു അനി ഇങ്ങനെ കണ്ണോട് നോക്കി നിൽക്കുന്നുണ്ട്. നന്ദു പറയണ, വേണ്ട അനി, അത് എന്നോട് പറയണ്ട, എനിക്കറിയണ്ട അതാരാണെന്ന്, എനിക്ക് ഒരിക്കലും അറിയണ്ട എന്ന് പറയുന്നുണ്ട്. നിനക്കറിയില്ലേ നന്ദു അതാരാണെന്ന് ചോദിക്കുമ്പോഴേക്കും വേണ്ട എനിക്ക് അറിയണ്ട എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരികയാണ് ജലജ ഇങ്ങനെ ഇത് കണ്ടിങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. രണ്ടുപേരും കണ്ണി നോക്കി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോഴേക്കും പെട്ടെന്ന് ജലജ, കൊള്ളാം, നല്ല കാര്യമായി, എനിക്ക് അപ്പോഴേ തോന്നി നിൻ്റെ കയ്യിലിരിപ്പ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ജലജ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ചായ ഇട്ട നയനയും അവൾക്കുള്ള ഇങ്ങനെ കടിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നവ്യയെ ഒരു പാത്രത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവളൊന്നും ശരിയല്ലെന്ന്, ആ കനകം പറഞ്ഞു വിട്ടതായിരിക്കും, 3-4 ദിവസമല്ലേ ഉള്ളൂ മോൻ്റെ കല്യാണത്തിന്. ആദർശിൻ്റെ കല്യാണ സമയത്ത് തന്നെ അവനെ അഭിയം കൊണ്ട് പോയി ഒരുത്തി, ആ സമയത്ത് മറ്റൊരുത്തി ആദർശിനെ കിട്ടി, ഇപ്പോൾ അനിയുടെ കല്യാണം നടക്കാൻ പോവുക, ആ സമയത്ത് തന്നെ വന്നിട്ട് ഇവനെയും കൂടെ അങ്ങ് വളച്ചെടുക്കാമെന്ന് കരുതിയിട്ട് വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജലജൻ്റെ സൗണ്ട് കേട്ടിട്ട് അവിടെയുള്ള എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴേക്കും അനി പറയാണ്, എന്താ അപ്പച്ചി ഇതൊക്കെ, ഇങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിക്കാതെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു, നല്ല കൂട്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശ, അനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, കുറേ നാളായി ഞാനും അനിയും പരസ്പരം കണ്ടിട്ട് പോലും, ഞാൻ പഠിത്തത്തിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു, ഇന്ന് അവനെന്ന് കാണുന്നത്, ഞങ്ങൾ തമ്മിൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിന് ഇവർ ഓർന്നൊക്കെ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക, എൻ്റെ അമ്മ അത്രയ്ക്ക് മോശക്കാരിയൊന്നും അല്ല, എന്നെ ആരും പറഞ്ഞു വിട്ടിട്ടും ഇല്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് നന്ദു പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശന് കാര്യം മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശൻ ജലജയോട് പറയാണ്, ജലജ നിന്റെ മകന്റെ സ്വഭാവമാണ് എല്ലാവർക്കും എന്ന് നീ കരുതരുത്, അതല്ലാതെ ഒത്തിരി പേരുണ്ട്, അതൊക്കെ നീ മനസ്സിലാക്കണം, നീയും നിന്റെ മകനും ഒരേപോലെ വിഷം ചീട്ടുന്നവരായിപ്പോയി, അതിനിപ്പം ഇവരെ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്.
അപ്പോഴേക്ക് ജലജ പറയണ, ഓ ഞാൻ പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒന്നും വിശ്വാസമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പം എല്ലാവരും പഠിച്ചോളും എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവൾ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മോൾ ഇവിടെ നിന്ന് ചായ കുടിക്ക്. അവൾ അങ്ങനെയൊക്കെ പറയും, അതെ ഈ എത്ര എത്ര കുഴലിട്ടാലും നന്നാവാത്ത വാല, അതുകൊണ്ട് എന്നെ മോളൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. ശരി അനി, നീ കോഫി കുടിക്ക്, ഞാൻ റൂമിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുന്നുണ്ട് കാര്യമായിട്ട്. അങ്ങനെ നയനയും നവിയും അവളുടെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട്, മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അവരുടെ നാക്കങ്ങനെ പണ്ട് തൊട്ടേ അവരാണ് ഈ കുടുംബത്തിൻ്റെ ശാപം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോകാൻ കേട്ടോ. അങ്ങനെ നന്ദു അനിയാണെങ്കിൽ റൂമിൽ പോയിരുന്ന് വല്ലാണ്ട് കരയുന്നുണ്ട്. നന്ദുവിനെ ഓർത്തിട്ട് നന്ദു കുറേ നേരം കഴിയുമ്പോഴേക്കും ഞാൻ പോവാ ചേച്ചി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നന്ദു തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ടെറസിൻ്റെ അവിടെ അവനെ കാണില്ല. അവൻ റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നന്ദുവിൻ്റെ സ്കൂട്ടി ഇടുന്ന സൗണ്ട് അവൻ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട്. വേണ്ട നന്ദു, എനിക്കൊന്നും നിന്നെ കാണണ്ട, അതല്ലാന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ ആയിരിക്കണം എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ രാവിലെ അനന്തപുരം തറവാട് തുറക്കുകയാണ്. ആദ്യം തന്നെ തുറക്കുന്നത് നയനയായിരിക്കും. നയന കോല വരയ്ക്കാനായി ആ തറവാട് തുറക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. കാരണം താലിമ കഴുത്തിലും മാലയൊക്കെ ആയിട്ട് നന്ദുമണിയും അനന്തപുരം തറവാടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന ഇത് കണ്ട് ബോധം കെട്ട് വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അനിയും നന്ദു ഓടി വന്ന് പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ജലജ പറയണ, കണ്ടില്ലേ ഇപ്പം എന്തായി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവർ രണ്ടുപേരുടെ കാര്യം, അപ്പോഴല്ലേ നിങ്ങളെല്ലാവരും എന്നെ കുറേ ശിക്ഷിച്ചില്ലേ, ഞാനാണ് വിഷം ചീട്ടുന്ന പാമ്പെന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പം മനസ്സിലായില്ലേ ആരാണെന്ന്. ആ കനകൻ ഇവളെ പറഞ്ഞു വിട്ടതാ ഈ വീട്ടിലെ അവസാനത്തെ ആന്തരികം കൂടെ വളച്ചെടുക്കാനായിട്ട്. ഇപ്പം സമാധാനമായല്ലോ, കനകത്തിൻ്റെ 3 മക്കളും അവൾ ആഗ്രഹിച്ച പോലെ തന്നെ അനന്തപുരം തറവാടിൽ കയറി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നയന എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ്, എന്താ നന്ദു ഈ കാണിച്ചത്, ഇനി എനിക്ക് നിന്നെ കാണണ്ട, നവ്യേച്ചി ചെയ്തതിലും ചതിയാ നീ എന്നോട് ചെയ്തത്, ഒരിക്കലും ഇത് പൊറുക്കാൻ പറ്റാത്ത ചതിയാണെന്നൊക്കെ പറയുമ്പോൾ ചേച്ചി പറ്റിപ്പോയതിനോട് ക്ഷമിക്കണം, നേരത്തെ തൊട്ടേ എനിക്ക് അനിയനെ ഇഷ്ടമായിരുന്നു, പക്ഷേ മുത്തശ്ശൻ അനാമികയ്ക്ക് വാക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അത് വേണ്ടെന്ന് വെച്ചതാ. പക്ഷേ ഇന്നലെ ഞങ്ങൾ കണ്ടിട്ട് പോയ പിന്നെ ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടിയില്ല, അനി ഇല്ലെങ്കിൽ ഞാൻ മരിക്കും, ഞാൻ അല്ലെങ്കിൽ അനി മരിക്കും എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, പരസ്പരം ഞങ്ങളുടെ പ്രണയം ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ദേവേനി പറയാണ്, ഈ പടി ചവിട്ടി പോകരുത്, മര്യാദയ്ക്ക് രണ്ടുപേരും പുറത്തിറങ്ങി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം പറയാണ്, അത് തന്നെയാണ് എൻ്റെയും തീരുമാനം, രണ്ടുപേരും ഇങ്ങോട്ടേക്ക് കയറണ്ട എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, ഇത്രയും ചതി നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല, ഞാനിനി അനാമികയുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കും, അവരോട് ഞാൻ എങ്ങനെ സംസാരിക്കും, നിങ്ങളെന്നെ ആകപ്പാടെ നാണം കെടുത്തി കളഞ്ഞല്ലോ മക്കളെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നയനയും നന്ദുവും നയനയൊക്കെ ആയിട്ട്. എന്നിട്ട് ജലജ പറയാണ്, ഇപ്പം മനസ്സിലായില്ലേ ഇവളുടെയൊക്കെ സ്വഭാവം, ഇവൾമാരെല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾമാരെ കുറേ കുറ്റപ്പെടുന്നൊക്കെയുണ്ട്. പെട്ടെന്നായിരിക്കും നമ്മുടെ ജലജ ചാടി എഴുന്നേൽക്കുന്നത്. അപ്പോൾ ജലജയ്ക്ക് മനസ്സിലായത് സ്വപ്നമായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ജലജ മനസ്സിൽ ഉറപ്പിക്കുകയാണ്, ഞാൻ എന്തായാലും കണ്ടത് സത്യം തന്നെയാണ്, നന്ദുവും അനി തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഇന്നലെ അവർ വന്നപ്പോൾ അവരുടെ നിൽപ്പും അവരെ നോട്ടവും കണ്ടിട്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായതാണ്, നന്ദു അനി തമ്മിൽ പ്രണയത്തിലാണ്, മിക്കവാറും ഒരു ഒളിച്ചോടം പ്രതീക്ഷിക്കാം. എന്തായാലും ഇനി അതിന് തടയാനും നിൽക്കേണ്ട, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഈ കല്യാണത്തിലും ഒരു അലങ്കോലമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ അനന്തപുരം തറവാട് ഇളകും. അങ്ങനെ എങ്ങനെയെങ്കിലും അടിയും ബഹളമൊക്കെ ഉണ്ടാക്കി സ്വത്ത് ഭാഗം വെപ്പിച്ചെടുക്കണമെന്ന് മനസ്സിലവൾ കരുതുകയാണ്. അങ്ങനെ ജലജ ലക്ഷ്യമിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.